നമ്മുടെ മെമ്മറി വയർ കൊണ്ടുള്ള ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി കാണാം. അപ്പോൾ ഒരു മെമ്മറി വയറിൽ ഞാൻ കട്ട് ചെയ്ത് 3 ബാംഗിൾസ് കണക്കാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ക്രാക്കിൾ ബീഡ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ആൻഡ് ഗ്രേ, റെഡ് ആൻഡ് ബ്ലാക്ക്, ബ്ലൂ ആൻഡ് വൈറ്റ്, ഈ 3 കളറിലെ ക്രാക്കിൾ ബീഡാണ് എടുത്തേക്കുന്നത്. ആദ്യത്തെ മെമ്മറി വയർ എടുത്ത് അതിൻ്റെ ഒരറ്റം നമ്മളിങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഫോക്കസ് ഔട്ടായി പോയിട്ടുണ്ട്. ബാക്കി വളകൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഒരു സൈഡ് ബെൻഡ് ചെയ്ത് കഴിഞ്ഞ് മറ്റേ സൈഡിൽ കൂടെ നമ്മുടെ ക്രാക്കിൾ ബീഡ് ഞാൻ കോർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഏത് അളവിന് വേണേലും ഇത് ചെയ്യാം. ഇതിപ്പം വലിയവരുടെ സൈസിലാണ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയാണെങ്കിൽ വളയുടെ ലെങ്ത് കുറച്ചാൽ മാത്രം മതി. ബീഡ്സ് എല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ മറ്റേ അറ്റം വീണ്ടും ബെൻഡ് ചെയ്ത് കൊടുത്ത് ലോക്ക് ചെയ്യുക. ആകുമ്പോഴേക്കും ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഇരുന്നോളും. ഇടുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അതേപോലെ തന്നെ അടുത്ത മെമ്മറി വയറിലും ഞാൻ ബീഡ്സ് കോർക്കാൻ പോവാണ്. ഇത് ബീഡ്സ് മാത്രമായിട്ട് കോർത്ത് വേണമെങ്കിലും നമുക്കിടാം. അതല്ലാതെ ചാംസ് ഇട്ടിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ചാംസ് ഇട്ടിട്ടുള്ള മോഡലും കൂടി നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഓപ്ഷനാണ് ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട്. ഇപ്പോൾ എല്ലായിടത്തും ബർത്ത്ഡേ പാർട്ടീസൊക്കെ നടത്തുന്നതാണ്. അപ്പം റിട്ടേൺ ഗിഫ്റ്റിൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. കുട്ടികളുടെ ബർത്ത്ഡേക്ക് ഫ്രണ്ട്സിനൊക്കെ റിട്ടേൺ ഗിഫ്റ്റായിട്ട് ഇങ്ങനത്തെ കൊടുക്കാം. ടൈപ്പ് 2 ഡ്രീംസ് ബൾക്ക് ഓർഡേഴ്സ് സ്വീകരിക്കുന്നതാണ്. ഇങ്ങനെ റിട്ടേൺ ഗിഫ്റ്റ്സ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ 3rd ബാംഗിൾ നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ്. ഇത് ബാംഗിളായിട്ടും ബ്രേസ്ലെറ്റായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അപ്പോൾ കൊയർ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ഒരേപോലത്തെ ഡ്രസ്സിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് ഇങ്ങനത്തെ ബാംഗിൾസ് ഇട്ടാണെങ്കിലും സ്റ്റൈലിംഗ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടൈപ്പ് 2 ഡ്രീംസിൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ട്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ചാംസ് ഒന്നും ഇടാതെ ഇതാണ് ഔട്ട്പുട്ട്. ഇനി ചാംസ് ഇട്ടിട്ടുള്ളതിൻ്റെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് എൻ്റെ കയ്യിലുള്ള ചാംസ് എടുത്തതാണ്. ഇതെല്ലാം ഒരു സിൽവർ ബേസ് വരുന്ന മുത്തുകളായതുകൊണ്ട് സിൽവർ ചാംസ് തന്നെ കാണിക്കാമെന്ന് വെച്ചു. ഒരെണ്ണത്തിൻ്റെ എൻഡിൽ മാത്രം ഞാൻ 2 ബീഡ് ഹാങ് ചെയ്യുന്ന പോലെ ഇതുപോലെ ചെയ്തു. ബാക്കി എല്ലാത്തിലും ഇൻസൈഡ് തന്നെ ചാംസ് ഇടുന്ന പോലെ. ഇങ്ങനെ ചാംസ് ഇടണമെന്നുണ്ടെങ്കിൽ ആദ്യം കോർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചാംസ് ഇട്ടാലും കുറച്ചും കൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ടൈറ്റായിട്ടിരിക്കുന്ന കാരണം മുത്തൊന്ന് മാറ്റിയിടുമ്പോൾ ഇത്തിരി ടൈറ്റായിരിക്കും, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അപ്പോൾ ചാംസ് ഇട്ടിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണോ ചാംസ് ഇടാത്തതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ ഫിറ്റ് ചെയ്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു, ബൈ.